ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്റെ കെട്ടിയോള് ഹരിത അമ്മയെ അവിടെയിട്ട് പാടുപെടുത്തുന്നത് അച്ഛൻ അറിഞ്ഞാലുണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ ദിവസം നിന്റെ കെട്ടിയോളുടെ പുലകൂടി അടിയന്തരത്തിന്റെ തീയതി കുറിച്ചിട്ടേ അങ്ങേര് മടങ്ങൂ. മാധവേട്ടൻ എന്താ വൈകുന്നത്? എത്ര നേരായി കാത്തിരിക്കുക ഞാൻ. കാത്തിരിപ്പിന്റെ വേദന എന്നൊക്കെ കഥകളിൽ വായിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോഴാ ശരിക്കും അനുഭവിക്കുന്നത്. ആ ഏട്ടാ പറ. ഹലോ, നീ എവിടെ എന്ത് ചെയ്യടാ? ഇത് ചോദിക്കാനാണ് ഏട്ടാ വിളിച്ചത്. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാന്ന് ഏട്ടനെ അറിഞ്ഞൂടെ? എന്നാലേ നിനക്കൊരു ഉഗ്രം പണി വരുന്നുണ്ട്. വെറുതെ രാവിലെ ഡാർക്ക് ആക്കാതെ കാര്യം പറ. എടാ പോത്തേ, ഇന്ന് അച്ഛന്റെ അമ്മയുടെ വിവാഹ വാർഷികമല്ലേ? അതിനിപ്പോ എന്താ? അതിനെന്താണെന്നോ? എടാ, കിളവനെ അതിരാവിലെ എഴുന്നേറ്റേ അഴകിയ രാവണനായിട്ടേ അങ്ങോട്ട് വരാൻ പോവാ അമ്മയെ കാണാൻ. ഇങ്ങോട്ടോ? അമ്മ നിൽക്കുന്നതേ നിന്റെ അമ്മായിപ്പം കുറുപ്പിന്റെ വീട്ടിലൊന്നല്ലോ. ഏട്ടാ അത് നീ പേടിക്കണ്ട, ഞാനതിന് തന്ത്രപൂർവം തടയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് മാത്രം കൊണ്ട് പ്രശ്നം തീരില്ല. അമ്മ ചിലപ്പോ അച്ഛനെ കാണാൻ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. അത് തടയണം. അമ്മയോടിനി എന്ത് കള്ളം പറഞ്ഞിട്ടാണെങ്കിലും ശരി, നീ അവിടുന്ന് അമ്മയെ പുറത്തിറങ്ങാൻ നീ സമ്മതിക്കരുത്. അത് ഞാൻ നോക്കിക്കോളാം. പക്ഷേ ഇന്ന് അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് അവരെ തമ്മിൽ കാണാതിരുത്തുന്നത് പാപമല്ലേ ഏട്ടാ? വൈകിട്ടേ കിളവന്റെയും കിളവിയുടെയും വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു കേക്ക് മേടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരാം. എടാ പൊട്ടാ, എന്തോ? നിന്റെ കെട്ടിയോള് ഹരിത അമ്മയെ അവിടെയിട്ട് പാടുപെടുത്തുന്നത് അച്ഛൻ അറിഞ്ഞാലുണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ ദിവസം നിന്റെ കെട്ടിയോളുടെ പുലകൂടി അടിയന്തരത്തിന്റെ തീയതി കുറിച്ചിട്ടേ അങ്ങേര് മടങ്ങൂ. അതുകൊണ്ട് നീ നിന്റെ അനുകമ്പയൊക്കെ മാറ്റിവെച്ചിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചങ്ങോട്ട് കേക്ക്. ശരി. മീനാക്ഷി, എന്താ എന്നെ ആദ്യം കാണുന്നത് പോലെ? ഇങ്ങനെ കണ്ടിട്ടില്ല. അല്ല, ഇത് ചന്ദ്രികമ്മ തന്നെയാണോ? ആള് അടിമുടി മാറി നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്.
ഇങ്ങനെ ചന്ദ്രികാമ്മയെ മാധവേട്ടൻ കണ്ട മിക്കവാറും ഒന്നൂടെ താലി കെട്ടും. അല്ല, ഏത് ബ്യൂട്ടീഷ്യനാ ഒരുക്കിയത്? ബ്യൂട്ടീഷ്യനോ? പോവച്ചെവിടുന്ന്? ചന്ദ്രികാമ്മയെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടിട്ടില്ല. ആ നിരാശ ദേ അങ്ങ് തീർന്നു. മധുര 17കാരിയായ ചന്ദ്രിക വർമ്മയല്ലേ ഈ നിൽക്കുന്നത്. മുഖത്ത് ഒരു രാജകീയ കലയുണ്ട്. ചുമ്മാതെ അല്ല ആ മാധവൻ നായര് ഇത്ര റിസ്ക് എടുത്ത് സ്വന്തമാക്കിയത്. ഈ പെണ്ണിന്റെ ഒരു കാര്യം. അല്ല, കാത്തിരുന്ന ആള് വന്നില്ലേ അമ്മേ? ഇല്ല മോളെ, എത്ര നേരമായി കാത്തിരിക്കുന്നു. വൈകുന്നതിന്റെ കാരണം വിളിച്ചു ചോദിക്കാൻ ഫോണും ഇല്ല. അല്ല, മരുമോൾ ഇതുവരെ ഫോണ് തിരിച്ചു തന്നില്ലേ? വിഷമിക്കണ്ട, ദാ അമ്മ വിളിച്ച് സംസാരിക്കേ. വിവാഹ വാർഷികമൊക്കെ ആകുമ്പോ രണ്ടുപേർക്ക് ഒത്തിരി സംസാരിക്കാനുണ്ടാവും. തുറക്കണ്ട. മാധവൻ ചന്ദ്രിക പ്രണയഭാവങ്ങൾ കാറ്റിലെങ്ങനെ പാറി പറക്കട്ടെ. ഈ പുതിയ കോളേജ് പിള്ളേരൊക്കെ ഉണ്ടല്ലോ, എന്താ പറയാ, ന്യൂജൻ, അവരൊക്കെ കണ്ടു കൊതിക്കട്ടെ. പിന്നെ അമ്മയുടെ സംസാരം കഴിയുന്നവരെ ഞാൻ എവിടെയെങ്കിലും നിന്നോളാം. എങ്കി മോള് വാ വാ. ചന്ദ്രുവിനെയും കൂട്ടി വരാമെന്ന് പറഞ്ഞ് പ്രകാശ് പോയിട്ട് നേരെ എത്രയായി? വിവാഹ വാർഷിക ദിവസം ഇങ്ങനെ കാത്തിരുന്ന് കളയാനുള്ളതാണോ? പഴയ കാലത്തെ അനുഭവങ്ങൾ ഒത്തിരി പങ്കുവെക്കാനുണ്ട് എനിക്കും ചന്ദ്രുവിനും. 1 മണിക്കൂർ നേരമെങ്കിലും സ്വൈര്യമായി ഒന്ന് ഒത്തുകൂടാൻ കഴിയണ്ടേ? ഇത് പരിചയമുള്ള നമ്പറാണല്ലോ, പക്ഷെ ആരാന്ന് ഓർക്കുന്നില്ല. ഹലോ, ആരാ? മാധവേട്ട, ചന്ദ്രികയാ. ഏ? ചന്ദ്രുവോ? ഇതാ മീനാക്ഷി എന്ന കുട്ടിയുടെ നമ്പരല്ലേ? നിന്റെ ഫോൺ ശരിയായില്ലേ? ഇല്ല, അത് ശരിയാക്കാൻ കൊടുത്തിരിക്കുക. എങ്കിൽ പിന്നെ മനോജിന്റെയോ ഹരിതയുടെയോ ഫോണിൽ വിളിച്ചാ പോരെ? എന്താ, അവര് ഫോൺ തരില്ലേ? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല. അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി മീനാക്ഷിയുടെ ഫോണിൽ വിളിച്ചെന്നേ ഉള്ളൂ. ചന്ദ്രു, അത് പറയുമ്പോ നിന്റെ ശബ്ദത്തിനെന്താ ഒരു പതർച്ച? എന്താ ചന്ദ്രു, എന്തേലും പ്രശ്നമുണ്ടോ? ഞാനിവിടെ പ്രകാശന്റെ വീട്ടുതടങ്കല്ല കഴിയുന്നത്. ഒന്നിനും ഒരു സ്വാതന്ത്ര്യവും ഇല്ല. അതുപോലെ ഹരിതയുടെ വീട്ടിൽ നിനക്കും ബുദ്ധിമുട്ടുകളുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. അവരെന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. എന്റെ കാര്യം ഓർത്ത് മാധവേട്ടന് ഒരു ടെൻഷനും വേണ്ട. മാനത്തെ കൊട്ടാ